11 രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ജനസമൂഹം, മനുഷ്യന്മാർ ഇന്ത്യയിൽ മാത്രമുണ്ട്. അമേരിക്കയിലും റഷ്യയിലും ആകെയുള്ള ജനത ഇന്ത്യയിലെ ഏതെങ്കിലും 2 സംസ്ഥാനങ്ങളിലുള്ള ജനങ്ങളുടെ അത്രയേ വരികയുള്ളൂ. അതിനപ്പുറം നമ്മുടെ തൊട്ടടുത്ത സഹോദര രാജ്യമായ പാകിസ്ഥാനിലെ ആകെ ജനസംഖ്യയായ 23 കോടിയിലേറെ ജനസംഖ്യ ഇന്ത്യയിലെ ഉത്തർപ്രദേശിൽ മാത്രമുണ്ട്. അതുകൊണ്ടാണ് ഒരു നക്ഷത്രത്തിൻ്റെ വലിപ്പമുള്ള ലോകത്തെ ആകെ ജനസംഖ്യയുടെ ഏകദേശം 1/4 ജനങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യം എന്ന് പറയുമ്പോൾ അതിന് ഈ ഭൂമിയിലെ ആകെ മാനവിക സമൂഹത്തിൻ്റെ ശബ്ദങ്ങളിൽ, അവരുടെ അടയാളങ്ങളിൽ, അവരുടെ സ്പന്ദനങ്ങളിൽ ശക്തമായ സ്വാധീനം ചെലുത്തുവാൻ മാത്രമുള്ള വൈപുല്യമുണ്ട്. മന്ദിരങ്ങളുടെ സ്വാതന്ത്ര്യങ്ങൾക്കാണ്, അല്ലെങ്കിൽ മന്ദിരങ്ങളുടെ സുരക്ഷിതത്തിനാണ് ഭാരതത്തിൻ്റെ സുരക്ഷിതത്വം എന്ന് കരുതുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല. തകർക്കപ്പെടാതെ ചെങ്കോട്ട അവിടെ ബാക്കിയായാലും, തകർക്കപ്പെടാതെ പാർലമെന്റ് മന്ദിരം അവിടെ ബാക്കിയായാലും, ഇന്ത്യയിലെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിലെ നിയമസഭാ മന്ദിരങ്ങളും ഭരണഘടനാ സ്ഥാപനങ്ങളുമൊക്കെ വളരെ ഭദ്രമായി ബാക്കിയായാലും, അല്ലെങ്കിൽ നമ്മുടെ അതിർത്തികൾ എന്ന് നാം വിശ്വസിക്കുന്ന കേന്ദ്രങ്ങൾ ഒക്കെ സുരക്ഷിതമായി ബാക്കിയായാലും ഇന്ത്യ സുരക്ഷിതമായി ബാക്കിയായി എന്ന് പറയാൻ കഴിയില്ല. കാരണം 4000-5000 കൊല്ലത്തെ സംസ്കാരം ഈ മഹത്തായ രാജ്യത്തിനുണ്ട്. കണ്ടെത്തപ്പെട്ട മനുഷ്യനാഗരികതയുടെ ആദ്യത്തെ സംസ്കാരങ്ങൾ അത് ഈജിപ്ഷ്യൻ സംസ്കാരവും ചൈനീസ് സംസ്കാരവും മായൻ സംസ്കാരവും റോമൻ സംസ്കാരവും മെസപ്പൊട്ടോമിയൻ സംസ്കാരവും ബാബിലോണിയൻ സംസ്കാരവും, ആ പട്ടികയിലേക്ക് ചേർക്കപ്പെടുന്നതാണ് ഇന്ത്യ ലോകത്തിന് സംഭാവന ചെയ്ത മോഹൻജദാരോ ഹാരപ്പൻ സംസ്കാരം. മനുഷ്യരാശിയുടെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ട അതിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ മുതൽ തന്നെ സാംസ്കാരികമായ അടയാളങ്ങളുള്ള ഈ മഹത്തായ രാജ്യം, വിശ്വാസപരമായ അടയാളങ്ങളുള്ള ഈ മഹത്തായ രാജ്യം, 4 ആൾ കൂടിയാൽ 4 വിശ്വാസമുള്ള, 6 ആൾ കൂടിയാൽ 100 ഭാഷയുള്ള, നാനാഭാഗത്തേക്ക് പോകും തോറും അതിലേറെ വൈജാത്യങ്ങളും വൈവിധ്യങ്ങളുമുള്ള ഒരു വലിയ രാജ്യം. അതുകൊണ്ട് ഈ വ്യത്യസ്തതകളും ഈ വൈവിധ്യങ്ങളും ഇവിടെ ബാക്കിയാകുമ്പോൾ മാത്രമാണ് ഈ രാജ്യം ബാക്കിയാവുന്നത് എന്നുള്ളതാണ് മനുഷ്യജാലിക മുന്നോട്ട് വെക്കുന്ന പ്രഥമമായ, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം. മന്ദിരങ്ങളുടെ സ്വാസ്ഥ്യമല്ല, മനുഷ്യരുടെ സ്വാസ്ഥ്യമാണ് ഭാരതത്തിന്റെ സ്വാസ്ഥ്യം എന്ന വലിയൊരു സന്ദേശം. അതുകൊണ്ട് ഈ മനുഷ്യരുടെ സ്വാസ്ഥ്യത്തിന്, ഈ സംസ്കാരങ്ങളുടെ നിലനിൽപ്പിന് ഇവിടെ ഭദ്രത ഉണ്ടാവണമെങ്കിൽ അതിനാവശ്യം സൈനികരുടെ സേവനം പോലുമല്ല. അതിനാവശ്യം ഇവിടെയുള്ള ഏതെങ്കിലും ഭരണഘടനാ സ്ഥാപനങ്ങൾ മാത്രം വിചാരിച്ചാൽ പോലും സാധിക്കുന്ന കാര്യമല്ല. ഇവിടെയുള്ള ഓരോ സഹോദരനും ഓരോ സഹോദരിയും, ഭാരതീയനായ ഓരോ വ്യക്തിയും ഓരോ പൗരനും ഭാരതീയത, ഇന്ത്യാനസ് എന്ന് പറയുന്ന ഒരു ഏകതാബോധത്തിൽ, ഇന്ത്യക്കാരനാണ് എന്ന് പറയുന്ന ഒരു ഐക്യബോധത്തിൽ ഒരുമിക്കുമ്പോൾ മാത്രമാണ് ഈ ഇന്ത്യ ബാക്കിയാവുന്നത്. അല്ലെങ്കിൽ മാനസികമായി ശൈഥല്യങ്ങൾ വരും. ഒരു രാജ്യം തന്നെ വ്യത്യസ്തമായ ദ്വീപുകളായി മുറിക്കപ്പെടും. അനബലഷണീയമായൊരു ചിത്രമാണത്. മുസ്ലിമിന്റെ ഇന്ത്യ വേറെ, ഹിന്ദുവിന്റെ ഇന്ത്യ വേറെ, ക്രൈസ്തവന്റെ ഇന്ത്യ വേറെ, ജൈനന്റെയും പാഴ്സിയുടെയും ബുദ്ധന്റെയും ഇന്ത്യ വേറെ, മതമുള്ളവന്റെ ഇന്ത്യ വേറെ, ഇല്ലാത്തവന്റെ വേറെ. അങ്ങനെ ഒരു ഇന്ത്യയില്ല. എല്ലാവരുടെയും ഒറ്റ ഇന്ത്യയാണ്. ഹിമാലയം മുതൽ കന്യാകുമാരി വരെ നീളുന്ന ഒരു ഇന്ത്യ, പനാജി മുതൽ ഇറ്റാനഗർ വരെ പരന്ന ഒരു ഇന്ത്യ. ഈ 4 ഭാഗത്തേക്കും ചതുർദിശാ വ്യാപകമായ ഈ മഹത്തായ സംസ്കാരങ്ങളെ പ്രഘോഷണം ചെയ്യുന്ന, ചരിത്രത്തിൽ ജീവിക്കുന്ന, വർത്തമാനത്തിൽ അനുഭവിക്കുവാൻ കഴിയുന്ന, ഭാവിയിൽ സ്വപ്നങ്ങൾ നെയ്യുന്ന മഹത്തായ ഇന്ത്യ. ആ ഇന്ത്യയെ വിഭാവനം ചെയ്യാനാണ് മനുഷ്യജാലിക നമ്മളോട് ആവശ്യപ്പെടുന്നത്. അന്യംവൽക്കരിക്കപ്പെടാൻ ഒരു സമൂഹവും, അന്യംവൽക്കരിക്കപ്പെടുന്ന പുറംപോക്കിലേക്ക് വലിച്ചഴക്കപ്പെടുന്ന ഒരു ചിത്രം ഒരു സമൂഹവും അനുഭവിക്കാൻ പാടില്ല. കാരണം ഇന്ത്യയുടെ പാരമ്പര്യം ഉൾക്കൊള്ളലിന്റെ പാരമ്പര്യമാണ്, പുറംതള്ളലിന്റെ പാരമ്പര്യമല്ല. ഇന്ത്യ എന്ന പേര് ഔദ്യോഗികമായി ഉച്ചരിക്കുമ്പോൾ തന്നെ പുതിയ കാലത്ത് കൂടുതൽ പ്രയോഗിക്കപ്പെടുന്ന ഒരു പദമാണല്ലോ ഭാരതം എന്ന് പറയുന്ന ഒരു പ്രയോഗം. ഭാരതം എന്ന ഈ മഹത്തായ രാജ്യത്തിന്റെ പേര് ചേർന്ന് ചെന്ന് മടങ്ങുന്നത് ശ്രീരാമന്റെ അനുജനായ ഭരതന്റെ ചരിത്രത്തിലേക്കാണ്. ആരാണ് ശ്രീരാമനും ആരാണ് ഭരതനും? വാസ്തവത്തിൽ ഇന്ത്യയെ രാമരാജ്യം ആക്കണമെന്ന് പറയുന്ന സഹോദരങ്ങളുണ്ട്. ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക്, ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയെ രാമരാജ്യമാക്കുന്നതിൽ ഒരു പരിഭവവുമില്ല, ഒരു പരാതിയുമില്ല. എന്തുകൊണ്ടെന്നാൽ ആരാണ് ശ്രീരാമൻ, ആരാണ് ശ്രീഭരതൻ? ശ്രീരാമൻ വനവാസത്തിന് പോയപ്പോൾ എങ്ങനെയാണ് രാമരാജ്യം എന്ന് സങ്കല്പിക്കപ്പെടുന്ന ഈ മഹത്തായ നാട് ഭരിക്കേണ്ടത് എന്ന് ഉപദേശം തേടിക്കൊണ്ട് ഭരതൻ ജ്യേഷ്ഠനായ രാമനെ സമീപിച്ച ഒരു സംഭവം രാമായണത്തിൽ ഉണ്ട്. രാമായണത്തിന്റെ 100ാമത്തെ സർഗത്തിലുണ്ട്. എങ്ങനെയാണ് ജ്യേഷ്ഠനായ രാമനോട് ഭരതൻ ചോദിക്കുകയാണ്, ഈ നാട് ഭരിക്കേണ്ടത് പരിചയക്കുറവുണ്ട്,
പരിണതപ്രജ്ഞനായ താങ്കൾ അങ്ങത് പറഞ്ഞു തന്നാലും അതിന് ശ്രീരാമൻ പറയുന്നത് എന്താണെന്ന് അറിയില്ലേ? ശ്രീരാമൻ പറയുന്നത്, ഉണ്ണി മാനിച്ചു പോരുന്നില്ലല്ലേ ഈ ചർവാക വിപ്രന്മാരെ. ക്ഷിപ്രകോപികളാണവർ. ആരാണ് ഈ ചർവാക വിപ്രന്മാർ? രാമരാജ്യത്തിലെ, രാമന്റെ ഭാരതത്തിലെ ഏറ്റവും വലിയ പ്രതിപക്ഷമാണ് ഈ ചർവാകന്മാർ. ഈ നാടിന്റെ, ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യയിലെ ചരിത്രത്തിലെ ഏറ്റവും പഴയ നിരീശ്വരവാദ പ്രസ്ഥാനത്തിന്റെ പേരാണ് ചർവാകന്മാർ. എന്ന് പറഞ്ഞാൽ ഹൈന്ദവതയോട് എതിര് നിൽക്കുന്ന, മതവിശ്വാസങ്ങളോട്, വേദവിശ്വാസങ്ങളോട്, ദൈവവിശ്വാസങ്ങളോട്, സ്വർഗീയ വിശ്വാസങ്ങളോട് എതിര് നിൽക്കുന്ന പ്രത്യയശാസ്ത്രമാണ് ചാർവാക പ്രത്യയശാസ്ത്രം, ചാർവാകനിസം. ആ ചാർവാകന്മാരെ പോലും പരിപാലിക്കണമെന്ന്, ആ ചാർവാകന്മാരുടെ ക്ഷേമം പോലും ഉറപ്പുവരുത്തണമെന്ന്, ആ ചാർവാകന്മാരും ഈ നാട്ടിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ കഴിയുമ്പോഴാണ് നിന്റെ നാട് മാതൃകാ നാടാവുന്നത് എന്ന് അനുജനായ ഭരതനോട് പറഞ്ഞതാണ് ശ്രീരാമന്റെ പാരമ്പര്യം. അതാണ് വള്ളത്തോൾ രാമായണത്തിന്റെ 100-ാം സർഗത്തിൽ പറയുന്നത്. നീ നാട്ടിൽ ഏറ്റവും നമ്മളെ എതിർക്കുന്ന, നമ്മളോട് കയർക്കുന്ന, അമർഷം രേഖപ്പെടുത്തുന്ന, നമ്മുടെ രാഷ്ട്രീയത്തെ അംഗീകരിക്കാത്ത, നമ്മൾ പിടിക്കുന്ന കൊടി പിടിക്കാത്ത, നമ്മൾ പറയുന്ന മുദ്രാവാക്യം ഏറ്റുചൊല്ലാത്ത, നമ്മുടെ വാദത്തെ ഖണ്ഡിക്കുന്ന, നമ്മളോടൊപ്പം നിൽക്കാത്ത, നമ്മൾ ഈ നാട്ടിൽ വേണ്ടെന്ന് പറയുന്ന ഈ ചർവാകന്മാരുടെ ക്ഷേമം പോലും ഭരത നീ പാലിക്കണം. ഉണ്ണി, അനുജ, മാനിക്കുന്നില്ലേ നീ ചർവാക വിപ്രന്മാരെ എന്ന് പറയുക വഴി ഏറ്റവും വലിയ പ്രതിപക്ഷത്തിന്റെ പോലും ക്ഷേമം പരിപാലിക്കപ്പെടണമെന്ന് അനുജനോട് ഉപദേശിച്ച ശ്രീരാമന്റെ രാജ്യം തന്നെയാണ് ഇന്ത്യ ആവേണ്ടത് എന്നുള്ളതാണ് മനുഷ്യജാലികയുടെ ആവശ്യം. പക്ഷേ ശ്രീരാമന്റെ പേരിൽ രാവണന്റെ രാജ്യം ആവരുത് എന്നേ അനുബന്ധമായി പറയുന്നുള്ളൂ. രാമന്റെ രാജ്യമാണ് ഇതാവേണ്ടത്. രാമന്റെ രാജ്യമാകുമ്പോ ആ രാമന്റെ രാജ്യത്തിൽ മുസ്ലിംസിനും ക്രൈസ്തവർക്കും ഹൈന്ദവർക്കും ദളിതർക്കും എല്ലാ പ്രതിപക്ഷത്തിനും ഇവിടെ എല്ലാവർക്കും ഒരേപോലെയുള്ള ഇടമുണ്ടാകും. ഉച്ചനീചത്വങ്ങൾ ഉണ്ടാവുകയില്ല. ഈ നാട് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രം നാടാണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ 75-76 കൊല്ലം മുമ്പുള്ള, അധികം പഴയ ചരിത്രമല്ല, ഒരു നൂറ്റാണ്ടിന്റെ പോലും പഴക്കമുള്ള ചരിത്രമല്ല, 8 പതിറ്റാണ്ട് മുമ്പുള്ള ഈ മഹത്തായ മണ്ണിന്റെ ചരിത്രം ഒരാവർത്തി വായിക്കുക മാത്രം ചെയ്താൽ മതി. എങ്ങനെയാണ് ഈ നാടായത്, ഫെഡറൽ ഇന്ത്യ ഉണ്ടായത്, റിപ്പബ്ലിക് ഇന്ത്യ ഉണ്ടായത്, നാട്ടുരാജ്യങ്ങൾ എങ്ങനെയാണ് ഏകോപിപ്പിക്കപ്പെട്ടത്, ഏതൊക്കെ മനുഷ്യരുടെ, ഏതൊക്കെ സംഘങ്ങളുടെ, ഏതൊക്കെ ചെറുതും വലുതുമായ സമൂഹങ്ങളുടെ സ്വപ്നങ്ങൾ കരിഞ്ഞും അവരുടെ രക്തപങ്കിലമായ ചരിത്രങ്ങൾ കൊണ്ട് ചേർത്തും കോർത്തും വെച്ചുമാണ് ഇന്നത്തെ ഇന്ത്യയിൽ, ഈ റിപ്പബ്ലിക്കൻ ഇന്ത്യ എന്ന് നമ്മൾ പറയുന്ന ഈ ഭരണഘടനാനുസൃതമായിട്ടുള്ള ഇന്ത്യ ഉണ്ടായത് എന്ന് നാം ചരിത്രത്തിൽ വായിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. എത്രയോ സ്ത്രീകൾ വിധവകളായി, എത്രയോ കുഞ്ഞുങ്ങൾ അനാഥരായി, എത്രയോ മന്ദിരങ്ങൾ അഗ്നിക്കരയായി, എത്രയോ മനുഷ്യന്മാർ നാട് കടത്തപ്പെട്ടു. തിരിച്ചു വരുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത ദ്വീപുകളിലേക്ക്, മലയാളത്തിന്റെ, കേരളത്തിന്റെ, നമ്മുടെ പ്രാന്തപ്രദേശങ്ങളുടെ ഒരുപാടിടങ്ങളിൽ നിന്ന് നമ്മുടെ ഒരുപാട് ഉപ്പാനുപ്പമാർ, ഒരുപാട് ഉമ്മാനുമ്മമാർ, ഒരുപാട് ജേഷ്ഠന്മാർ, അനുജന്മാർ ഇന്ത്യയുടെ വ്യത്യസ്തമായ ദ്വീപുകളിലേക്ക് നാട് കടത്തപ്പെട്ടു. ആന്തമാനിൽ പോയാൽ അറിയാം ഒരു ഉദാഹരണം, ബർമയിൽ പോയാൽ അറിയാം, നേപ്പാളിൽ പോയാൽ അറിയാം. നമ്മുടെ നാടുകളുടെ പേരുകളുണ്ട് ആ നാടുകളിൽ. എങ്ങനെയാണ് നമ്മുടെ പേരുകൾ ആ നാടുകളിൽ ഉണ്ടായത്? കേരളത്തിലെ റിമോട്ട് ഗ്രാമങ്ങളുടെ പേരുകൾ കാണാം ആന്തമാനിൽ പോയാൽ. ഒരുപക്ഷെ അവിടെയുള്ള ബോർഡ് കാണുമ്പോൾ തെറ്റിദ്ധാരണയുണ്ടാകും. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ നമ്മൾ കേരളത്തിൽ തിരിച്ചെത്തിയോ, നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തിയോ എന്ന്. കാരണം ഇവിടെയുള്ള അതേ പേരുകളാണ്. അന്ന് കടത്ത് വഞ്ചികളിലും അന്ന് പല മരക്കഷ്ണം കൊണ്ട് ഉണ്ടാക്കിയ തോണികളിലും ഇവരെ കൊണ്ടുപോയതാണ് ആ നാടുകളിലേക്ക്, തിരിച്ചു വരരുത് എന്ന് കരുതിയിട്ട്. അങ്ങനെയുള്ള എത്രയോ ആളുകൾ പാടത്തും പറമ്പത്തും പണിയെടുക്കുകയായിരുന്ന, വയലേലകളിൽ പണിയെടുക്കുകയായിരുന്ന പാവപ്പെട്ട ഒരുപാട് മാപ്പിള കർഷകന്മാർ വയലിലാണ്, അല്ലെങ്കിൽ പാടത്തിലാണ്, പറമ്പിലാണ്. പെടുന്നനെയാണ് അവരുടെ നമസ്കാര പള്ളികളിൽ, സാമ്പികളിൽ നഹാര മുഴങ്ങുക. നഹാര എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അപകടമുണ്ടാകുമ്പോൾ പൊതുവായി സമൂഹത്തെ അറിയിക്കാൻ ഉപയോഗിക്കുന്ന ചില സൂത്രങ്ങളായിരുന്നു, തന്ത്രങ്ങളായിരുന്നു. ക്രൈസ്തവ ചർച്ചുകളിൽ മണിയടിക്കും. നമ്മുടെ മസ്ജിദുകളാണെങ്കിൽ അതിൽ ബാങ്ക് മുഴങ്ങും. ആ സമയത്ത് ബാങ്ക് മുഴങ്ങുമ്പോ സമൂഹം അറിയും എന്തോ ഒരു അപകടമുണ്ട് ഉണ്ടാകുന്നു. മലബാർ കലാപം ഉണ്ടാകുന്ന കാലത്ത് നമ്മുടെ പല നാടുകളിലും ദിനേന മുഴങ്ങിയതാണ് ഈ നഹാര. ളുഹറിന്റെ നേരമല്ലാത്ത നേരത്ത് ബാങ്ക്, അസറിന്റെ നേരമല്ലാത്ത നേരത്ത് ബാങ്ക്. ഓടുകയാണ് പാടത്തും പറമ്പത്തും പണിയെടുക്കുന്ന ഈ പറയുന്ന ചേരിയിലെ ചേറ് ചോറാക്കി തിന്നിരുന്ന അന്നത്തെ പാവപ്പെട്ട മാപ്പിളമാർ. എന്താണ് ഈ നഹാര? ബ്രിട്ടീഷുകാർ വന്നുവെന്ന് അറിയിക്കുകയാണ്. പള്ളി തകർക്കാൻ, മന്ദിരങ്ങൾ തകർക്കാൻ, കടകൾ കൊള്ളയടിക്കാൻ, സഹോദരിമാരെ മാനഭംഗപ്പെടുത്താൻ, ഇവിടെയുള്ള വിഭവങ്ങൾ ഊറ്റിക്കൊണ്ടുപോകുവാൻ നമ്മുടെ കവലയിലും ബ്രിട്ടീഷുകാരെത്തിയിരിക്കുന്നു എന്ന് അറിയിക്കാൻ ആ കാലഘട്ടത്തിൽ നഹാര മുഴങ്ങുമ്പോ പണിയായുധങ്ങളുമായിട്ടാണ് ആ മാപ്പിള പോരാളികൾ
സമരത്തിന്റെ പോർമുഖത്തിലേക്ക് പോയത് എന്നുള്ളതാണ് ചരിത്രം. വസ്ത്രം പോലും മാറിയില്ല, വേറെ ഒരു ആയുധവും എടുത്തില്ല. ഏത് ആയുധമാണോ കയ്യിലുള്ളത്, ഏത് വസ്ത്രമാണോ ധരിച്ചത്, ആയുധമെടുത്ത് ആ വസ്ത്രം ധരിച്ചിട്ടാണ് അവര് പോരാട്ടത്തിന്റെ ഭൂമികയിലേക്ക് പോയത്. അവർ തിരിച്ചു ചെന്നില്ല. പലയിടങ്ങളിലും ഉമ്മമാരെ കെട്ടിപ്പിടിക്കാൻ, ഭാര്യമാരിലേക്ക് ചേർന്ന് ചെല്ലാൻ, മക്കൾക്ക് ഉമ്മ കൊടുക്കാൻ, വീടുകളിലേക്ക് അവരെ കാത്തു നിൽക്കുന്ന കൊലായിലുള്ള ഉമ്മറത്തുള്ള അവർക്ക് പ്രിയപ്പെട്ട ഉറ്റവരിലേക്ക്, ഉടയവരിലേക്ക്, രക്തബന്ധുക്കാരിലേക്ക്, സ്വന്തക്കാരിലേക്ക് അവർ തിരിച്ചു പോയില്ല. അവര് പോയത് ഭാരതം എന്ന് പറയുന്ന ഒരു കിനാവിലേക്കായിരുന്നു, സ്വപ്നത്തിലേക്കായിരുന്നു. അങ്ങനെ അസംഖ്യം അനേകായിരം സ്വപ്നങ്ങൾ ചേർന്ന് വെച്ചുണ്ടായ ഈ മഹത്തായ രാജ്യം, ആ രാജ്യത്തെ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന്റെ മാത്രം എന്ന് പറയുമ്പോൾ ചരിത്രത്തോട് ചെയ്യുന്ന അനീതിയല്ലാതെ വാസ്തവത്തിൽ സ്വന്തം വേരുകൾക്കെതിരായ സമരമാണത്, സ്വന്തം അസ്തിത്വത്തിനെതിരായിട്ടുള്ള സമരമാണത്. മഹത്തായ ഇന്ത്യയുടെ പാരമ്പര്യം അത് സമ്മതിക്കുകയില്ല. ഈ നാട് ഏറ്റവും കൂടുതൽ കടപ്പെട്ട ജനവിഭാഗം ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ പേര് പറയുവാൻ കഴിയുമെങ്കിൽ ആ മതം അല്ലെങ്കിൽ ആ സമൂഹം മുസ്ലിം സമൂഹം കൂടിയാണ് എന്നുള്ളത് ആർക്കാണ് നിഷേധിക്കാൻ കഴിയുക? ഈ നാട്ടിലേക്ക് വന്ന പായക്കപ്പലേറി വന്ന അറബികൾ, അവരെവിടെ ഉണ്ടാക്കിയ സൗഹൃദങ്ങൾ, അവർ സ്ഥാപിച്ചു വെച്ച വാണിജ്യത്തിന്റെ വഴികൾ, ആ അറേബ്യൻ ബന്ധങ്ങൾ, പേർഷ്യൻ ബന്ധങ്ങൾ, തുർക്കി ബന്ധങ്ങൾ, യൂറോപ്യൻ ബന്ധങ്ങൾ, അതുവഴിയാണ് ഭാരതത്തിന് കണ്ണുണ്ടായത്, അതുവഴിയാണ് ഭാരതത്തിന് കാഴ്ചയുണ്ടായത്, അതുവഴിയാണ് ഭാരതത്തിന് ഊടും പാവും ഉണ്ടായത്, നിർമ്മാണ ചാരിതയുണ്ടായത്, വസ്ത്രമുണ്ടായത്. ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ പാരമ്പര്യം എടുത്താലും, അത് നിർമ്മാണ പാരമ്പര്യമാകട്ടെ, പാചക പാരമ്പര്യമാവട്ടെ, വസ്ത്രധാരണത്തിന്റെ രീതിയാവട്ടെ, ഏറ്റുചൊല്ലുന്ന മന്ത്രങ്ങളുടെ, പ്രാർത്ഥനകളുടെ, നിൽപ്പിന്റെ, ഇരിപ്പിന്റെ എല്ലാത്തിന്റെയും അടക്കം ഇവിടത്തേക്ക് കടന്നു വന്ന വ്യത്യസ്തമായ ആശയധാരകളുടെ സംസ്കാരങ്ങളിലേക്ക് ചേർന്ന് ചെല്ലുന്നതായി മനസ്സിലാക്കാൻ കഴിയും. അതിൽ ഇവിടത്തേക്ക് കടന്നു വന്ന ഏതെങ്കിലും വിദേശ ശക്തികളോട് ഈ നാടിനെ പോരടിക്കേണ്ടി വന്നില്ലെങ്കിൽ അത് ഈ നാട്ടിലേക്ക് വന്നിട്ടുള്ള വിദേശികളാണ് മുസ്ലിങ്ങൾ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണം. പക്ഷേ വിദേശത്ത് നിന്ന് വന്ന ആളുകൾ മാത്രമല്ല മുസ്ലിങ്ങൾ, വിദേശത്ത് നിന്ന് വന്ന അറബികളോട് മാത്രമാണ് ഈ നാടിന് യുദ്ധം ചെയ്യേണ്ടി വരാതിരുന്നുള്ളൂ. 1498 മെയ് മാസം 14 തീയതിയാണ് വാസ്കോഡ് ഗാമ കാപ്പാട് കപ്പലിറങ്ങിയത്. കൃത്യം 7 കൊല്ലം കഴിയുമ്പോഴേക്ക് 1505 അവരുടെ മേധാവി കോഴിക്കോട്ടെ സാമൂതിരിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്: ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം, പക്ഷേ മുസ്ലിങ്ങളെ പുറന്തള്ളണം. സാമൂതിരി കേട്ടില്ല ആ കാര്യം. കാരണം സാമൂതിരിക്ക് ഒരു കാര്യം അറിയാം, പോർച്ചുഗീസുകാർ വന്നത് 15-ാം നൂറ്റാണ്ടിലാണെങ്കിൽ അറബികൾ ഈ നാട്ടിലേക്ക് വരാൻ തുടങ്ങിയത് 6-ാം നൂറ്റാണ്ടിലും 7-ാം നൂറ്റാണ്ടിലുമാണ്. അത്രയും പഴകിയ, അത്രയും വലിയ പാരമ്പര്യമുള്ള 900 കൊല്ലത്തെ ചരിത്രത്തിൽ ഇന്ത്യയിലെ ഒരു നാട്ടുരാജാവിനും അറബികളോട് യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടില്ല. കേരളത്തിൽ വന്നിട്ടുണ്ടല്ലോ, മുഗദാറിൽ, ചാലിയത്ത്, അവിടെ മംഗലാപുരത്ത്, ബാക്കിനൂരിൽ, ഫാക്കിനൂരിൽ, ശ്രീകണ്ഠാപുരത്ത്, ധർമ്മടത്ത്, അവിടെ കൊടുങ്ങല്ലൂരിൽ, കേരളത്തിന്റെ ഏതാണ്ട് എല്ലാ തീരപ്രദേശങ്ങളിലും അറബികൾ വന്നിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും കേരളത്തിലെ ഒരു നാട്ടുരാജാവിന്, ഒരു ഗോത്രമൂപ്പന് ഏതെങ്കിലും ഒരു അറബിയോട് യുദ്ധം ചെയ്യേണ്ടി വന്നോ? എവിടെയെങ്കിലും ഒരു പോരാട്ടം ഉണ്ടായോ? എവിടെയെങ്കിലും ഒരു രക്തച്ചൊരിച്ചിലുണ്ടായോ? ഒരിക്കലും ഉണ്ടായില്ല. അതേസമയം അറബികളല്ലാത്ത ആരൊക്കെ ഇന്ത്യയിലേക്ക് വന്നു? ഒന്ന് പോർച്ചുഗീസുകാർ, എത്ര പതിറ്റാണ്ടുകൾ നീണ്ട യുദ്ധമുണ്ടായി. ഡച്ചുകാർ എത്ര നീണ്ടകാലം യുദ്ധം ചെയ്യേണ്ടി വന്നു. ഫ്രഞ്ചുകാർ എത്ര കാലം യുദ്ധം ചെയ്യേണ്ടി വന്നു. ബ്രിട്ടീഷുകാർ എത്ര നീണ്ട സമരമുറകൾ ഈ നാട്ടിലുണ്ടായി, എത്ര പേർ കൊല്ലപ്പെട്ടു. പക്ഷേ അറബികൾ വന്നപ്പോ ചിന്തിക്കേണ്ട ചരിത്രമാണത്. ഒരു ഷൂട്ടും, ഒരു വെടിവെപ്പും, ഒരു കലാപവും, ഒരു വിലാപവും, ഒരു ആർത്തനാദവും, ഒരു നിലവിളിയും, ഒരു കൊലവിളിയും അറബികൾ വന്നതിന്റെ പേരിൽ ഈ നാട് കണ്ടില്ല, ഈ നാട് കേട്ടില്ല. കാരണം എന്തേ? അവർ ഈ നാടിന്റെ മണ്ണിന്റെ സംസ്കാരത്തെ മനസ്സിലാക്കിയവരായിരുന്നു. എന്നിട്ട് പിന്നെ ആരാണ് ഈ നാടിനെ ഈ നാടാക്കി മാറ്റുന്നതിൽ ഈ സമൂഹത്തിന് പങ്കില്ല എന്ന് പറയുന്നത്? ഞാൻ അറബികൾ ഈ നാട്ടിലേക്ക് വന്ന കഥയല്ല പറയുന്നത്. എല്ലാവരും കൂടിയാണ് ഇന്ത്യ ഉണ്ടാക്കിയത് എന്ന മനുഷ്യജാലികയുടെ സന്ദേശം ഓർമ്മിപ്പിച്ചു, അല്ലെങ്കിൽ ഓർത്തെടുത്തു എന്നേ ഉള്ളൂ. ഇവിടെയുള്ള പ്രാദേശികമായ സംസ്കാരങ്ങൾ ഇന്നും ഇന്ത്യയിലുള്ള 80% വരുന്ന മനുഷ്യ സ്നേഹികളായ ഹൈന്ദവ സഹോദരന്മാർ, അവരുടെയും കൂടിയാണ് ഇന്ത്യ. അവര് ചിരിക്കുന്നു, അവര് സൗഹൃദപ്പെടുന്നു, അവർ ഭൂരിപക്ഷ സമൂഹമാണ് എന്ന് പറയുന്ന ഒരു വലിയ നയം ഈ നാട്ടിലുള്ള നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ ഈ നാട് എന്നോ കത്തിച്ചാമ്പലായേനെ. ഇവിടെയുള്ള ഓരോ മുസ്ലിമും, ഇവിടെയുള്ള ഓരോ ക്രൈസ്തവനും കൈകോർത്ത് പിടിക്കുകയാണ് ഈ നാട്ടിലുള്ള ഓരോ ഹൈന്ദവരെയും. കാരണം എന്തേ? ഈ നാട്ടിൽ പേരിനെ എണ്ണി നോക്കിയാൽ, തലയെണ്ണം നോക്കിയാൽ, സർവേ നടത്തിയാൽ മഹാഭൂരിപക്ഷമുള്ള ഒരു സമൂഹമാണ്. പക്ഷേ ന്യൂനപക്ഷത്തെ ചേർത്ത് നിർത്തുന്നു, ന്യൂനപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്നു. ഇവിടെ സ്വാമിയും സൂഫിയും കൂടിയാണ് ഈ നാടുണ്ടാക്കിയത് എന്ന് മനസ്സിലാക്കുന്നു. എവിടെ ഒരു സൂഫിയുടെ കഥ പറയുമ്പോഴും എഴുതപ്പെട്ട ചരിത്രത്തിൽ അവരെ സ്നേഹിച്ച, കൂടെ പോയ
കൂടെ നടന്ന സന്തത സഹചാരിയായ ഒരു സ്വാമിയുടെയും കൂടി കഥ വരും. ആ പാരമ്പര്യത്തെ തകർക്കാനൊന്നും SKSF-നെ പോലെയുള്ള ആദർശ പ്രസ്ഥാനം സമ്മതിക്കുകയില്ല. നമ്മുടെ നാടിനെ ഉണ്ടാക്കിയത് സൂഫികളും സ്വാമികളും ചേർന്നുകൊണ്ടാണ്. അത് കേവലം ഒരു വാദമല്ല, അത് ഈ നാടിന്റെ പച്ചയായ ചരിത്രമാണ്. കുഞ്ഞായിൻ മുസ്ലിയാരുണ്ടെങ്കിൽ മാങ്ങാട്ടച്ചനുണ്ട് എന്ന് പറയുന്ന ഒരു നിസ്സാരമായ സംഭവം മാത്രമല്ല അത്. പഴശ്ശിരാജ കുണ്ണിമൂസയുണ്ട് എന്ന് പറയുന്ന ഒരു ക്ലീശേ ഡയലോഗ് മാത്രമല്ല അത്. ഷുജായി മൊയ്ത് മുസ്ലിയാർക്ക് കൂടെ അല്ലെങ്കിൽ അതേ ഒരു ധാരയിൽ പൂന്താനം നമ്പൂതിരി വരുന്നുണ്ട് എന്ന് പറയുന്ന ഒരു വെറും വർത്തമാനമല്ല അത്. ഇവിടെയുള്ള കേരളത്തിന്റെ തീരപ്രദേശം നോക്കിയാൽ എല്ലാ തീരപ്രദേശങ്ങളിലും മസാറുകൾ കാണാം, മക്ബറകൾ കാണാം. അതിനോടനുബന്ധിച്ചുകൊണ്ട് ക്ഷേത്രകലകളും കാണാം, ക്ഷേത്രങ്ങളും കാണാം. അവിടെ ഹൈന്ദവ സഹോദരങ്ങളുടെ ആഘോഷങ്ങളും കാണാം. ആ ആഘോഷങ്ങൾക്കിടയിൽ മുസ്ലിമാന്റെ ആഘോഷം, ഹൈന്ദവന്റെ ആഘോഷം, ക്രൈസ്തവരാഘോഷം, ഇതിനെല്ലാം ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരു ഫ്രെയിം ഇവിടെയുണ്ട്. ഇതിനെല്ലാം കൂടി കൂട്ടിക്കുഴച്ച് ഒറ്റ ആഘോഷം ആക്കണമെന്ന് പറയുന്ന തത്വമല്ല മനുഷ്യജാലികളുടെ തത്വം. മുസൽമാന്റെ രീതികൾ, ഹൈന്ദവർക്ക് ഹൈന്ദവതയുടെ രീതികൾ, ക്രൈസ്തവതയ്ക്ക് ക്രൈസ്തവതയുടെ രീതികൾ, ഇതെല്ലാം വളരെ വ്യത്യസ്തമായി ഓരോന്നും അതതിൻ്റെതായ വഴികളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ പലതുള്ളി പെരുവെള്ളം ഉണ്ടാകുന്നു, അവിടെ യൂണിറ്റിയും ഡൈവേഴ്സിറ്റി ഉണ്ടാകുന്നു. പക്ഷേ പുതിയ കാലത്തെ ചില വാദങ്ങൾ എന്താ? യൂണിറ്റി അല്ല പലരും മുന്നോട്ട് വെക്കുന്നത്, യൂണിഫോമിറ്റിയാണ്. യൂണിഫോമിറ്റിയെ മനുഷ്യജാലിക അംഗീകരിക്കുന്നില്ല. എന്താണ് യൂണിറ്റിയും യൂണിഫോമിറ്റിയും തമ്മിലുള്ള വ്യത്യാസം? യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഐക്യമാണ്. വ്യത്യസ്തതകൾ ഉണ്ടായിരിക്കെ സാധിക്കുന്നതാണ് ഐക്യം. ഒരു വീട്ടിൽ വ്യത്യസ്തമായ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നവരുണ്ടാകും, വ്യത്യസ്തമായ അഭിരുചികൾ ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവരുണ്ടാകും. മാംസം താല്പര്യമുള്ള ആളുകൾ, അതിൽ തന്നെ ചിക്കൻ പ്രത്യേകം താല്പര്യമുള്ള ആളുകൾ, പച്ചക്കറിയോട് കമ്പമുള്ള ആളുകൾ, വസ്ത്രമാണെങ്കിലും വ്യത്യസ്തമായ വസ്ത്രങ്ങൾ ധരിക്കുന്ന, വ്യത്യസ്തമായ ജോലികൾ ചെയ്യുന്ന വ്യത്യസ്തരായ ആളുകൾ. പക്ഷേ വീടൊന്നാണ്. അതിനാണ് ഐക്യമെന്ന് പറയുന്നത്. ഒരു പിതാവാണ്, ഒരു മാതാവാണ്, അതിനാണ് ഐക്യമെന്ന് പറയുന്നത്. അതേസമയം ഇതൊരു സ്ഥാപനത്തിലായാലും, ഒരു കമ്പനിയിലായാലും, ഒരു സ്കൂളിലായാലും, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലായാലും, ഒരു രാജ്യത്തായാലും വസ്ത്രങ്ങൾ വെവ്വേറെയാകണം, ഭക്ഷണങ്ങൾ വെവ്വേറെയാകണം, ജോലികൾ വെവ്വേറെയാകണം. എല്ലാം വെവ്വേറെയാകുമ്പോഴും ഈ വെവ്വേറെയാകുന്ന വൈജാത്യങ്ങളും വൈവിധ്യങ്ങളും ഉണ്ടായിരിക്കെ തന്നെ എല്ലാവർക്കും ഒരുമിക്കാൻ കഴിയുന്ന ദേശീയത എന്ന് പറയുന്ന ഒരു കുട. ആ ദേശീയ ബോധം എന്ന് പറയുന്ന ആ എല്ലാവരെയും ഏകോപിപ്പിക്കുന്ന ഒരു പൊതുത്വം, ആ പൊതുത്വത്തിന്റെ പേരാണ് യൂണിറ്റി. ആ യൂണിറ്റിയാണ് ഇന്ത്യയിൽ ഉണ്ടാവേണ്ടത്. അതേസമയം ഏക സിവിൽ കോഡ് എന്ന് പറയുന്ന തത്വം യൂണിറ്റിയല്ല മുന്നോട്ട് വെക്കുന്നത്. ഏക സിവിൽ കോഡ് എന്ന് പറയുന്ന തത്വം മുന്നോട്ട് വെക്കുന്നത് യൂണിഫോമിറ്റി എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിനെയാണ്. എന്താണ് യൂണിഫോമിറ്റി? എല്ലാവരും ഒന്നേ തിന്നാൻ പാടുള്ളൂ, എല്ലാവരും ഒന്നേ അണിയാൻ പാടുള്ളൂ, എല്ലാവരും ഒരുപോലെ ആചരിക്കാൻ പാടുള്ളൂ, അനുഷ്ഠിക്കാൻ പാടുള്ളൂ, ഒരു കൊടിയെ പിടിക്കാവൂ, ഒരു മുദ്രാവാക്യമേ പറയാവൂ എന്നുള്ള സിദ്ധാന്തം എന്നാണോ ഇന്ത്യയിൽ ജയിക്കുന്നത് അന്ന് ഇന്ത്യ തെറ്റു. അതെപ്പോഴാണോ ഇന്ത്യയിൽ വരുന്നത് അന്ന് ഇന്ത്യ ഇല്ലാതെയായി. ആ സന്ദർഭം മുതൽ 76 കൊല്ലത്തെ ഇന്ത്യയല്ല പിന്നെയുള്ളത്, പുതിയൊരു ഇന്ത്യ. അതേസമയം നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന കൺസെപ്റ്റ്, സങ്കല്പം, ആ സങ്കല്പമല്ല. എങ്ങനെയാണോ രാഷ്ട്രത്തിന്റെ ശില്പികൾ വിഭാവനം ചെയ്ത ഇന്ത്യയുള്ളത്? ലോകത്തെ ഏറ്റവും മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും, ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും, ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നും അതിന്റെ മാനവികമായ പ്രായോഗികമായ സാമൂഹിക നന്മകളുടെ വ്യത്യസ്തമായ തലങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സർവ്വതല നന്മകളുടെ ഒരു സമാഹാരമാണ് ഇന്ത്യൻ ഭരണഘടന. ഒരുപക്ഷെ നമ്മൾ ഇതാ ദേവർശോല അങ്ങാടിയിലെ കവലയിൽ ഇവിടെ മനുഷ്യജാലികയായി ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഒരു മഹായാഥാർത്ഥ്യമുണ്ട്. നമ്മൾ എന്തുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കണം? എന്തുകൊണ്ട് ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെ ബഹുമാനിക്കണം എന്നതിന്റെ ഉത്തരമാണ് ഈ സംഗമം. ഒരു അറബ് രാജ്യത്തിലോ, ഒരു മുസ്ലിം രാജ്യത്തോ, ഒരു അറബ് രാജ്യത്തോ ഒരു പക്ഷേ ഇതേപോലെ പൊതുനിരത്തിന്റെ തെരുവിൽ, ഒരു കവലയിൽ നമുക്കിങ്ങനെ പറയാൻ കഴിയില്ല. യാഥാർത്ഥ്യം യാഥാർത്ഥ്യം തന്നെയാണ്. ആ സൗകര്യം ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾക്ക് നൽകിയത്, ആ സൗകര്യം കേരളത്തിലുള്ള മുസ്ലിങ്ങൾക്ക് നൽകിയത് മഹത്തായ ഇന്ത്യൻ ഭരണഘടനയാണ്, മഹത്തായ ഇന്ത്യൻ സംസ്കാരമാണ്. ആ ഭരണഘടനയോട് നമ്മുടെ പണ്ഡിതന്മാർ സന്ധി ചെയ്തതാണ്. ആ ഭരണഘടനയെ ബഹുമാനിക്കേണ്ടതുണ്ട്, ഭരണഘടനയെ അനുസരിക്കേണ്ടതുണ്ട്, ഭരണഘടനാ സ്ഥാപനങ്ങളെ ആദരിക്കേണ്ടതുണ്ട്. SKSF-ഉം അല്ലെങ്കിൽ മഹത്തായ സമസ്തകളുടെയും ഇവിടെയുള്ള വേറെ ചില റാഡിക്കൽ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, കേവലം ഇന്ത്യ തകർന്നു, ഇന്ത്യ നശിച്ചു, ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് സ്വാസ്ഥ്യമില്ല എന്ന പരാതി മാത്രം പാട്ടാക്കി പറയുന്ന വിഭാഗമല്ല ഇവിടെയുള്ള ബഹുഭൂരിഭാഗം മുസ്ലിങ്ങളും അണിനിരന്ന ഈ മഹത്തായ പ്രസ്ഥാനം. ഒരു വലിയ രാജ്യമാകുമ്പോൾ എല്ലാ ഭാഗവും ഒരേ സമയം കുറ്റമറ്റ നിലയിൽ പ്രവർത്തിക്കണമെന്നില്ല, പ്രവർത്തന യോഗ്യമാകണമെന്നില്ല. ചില ഭാഗത്തൊക്കെ പുഴുക്കുത്തുകൾ ഉണ്ടാകും, സ്വാഭാവികമാണ്. എന്ന് വെച്ച് ഇന്ത്യ തകർന്നു എന്ന് പറയാൻ ഒരിക്കലും നമ്മുടെ ആദർശ പ്രസ്ഥാനം നമ്മളെ അനുവദിക്കുന്നില്ല. ഇന്ത്യ ഇന്നും ഇന്ത്യ.
കോടതിയിലെ ശ്രദ്ധേയമായ കുറെ വിധികൾ വരുന്നുണ്ടല്ലോ. ഇപ്പൊ സംഭലിലെ ഷാഹി മസ്ജിദിലെ പല പള്ളികളിലെയും തർക്കഭൂമികളിലെ സർവേകൾ നിർത്തിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ആ ഹർജി സ്വീകരിച്ചുകൊണ്ട് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഉത്തരവുകൾ സുപ്രീം കോടതി ഈ അടുത്ത് പുറത്തു കൊണ്ടുവന്നു. മസ്ജിദുകൾക്കടിയിലുള്ള, മന്ദിരങ്ങൾക്കടിയിലുള്ള ഊഹാപോഹങ്ങളും സങ്കല്പങ്ങളും ഒരുപക്ഷെ യാഥാർത്ഥ്യം തന്നെയാവാം. പക്ഷെ ഇവിടെ ഒരു നിയമമുണ്ട്. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് എന്താണോ ഒന്ന്, ആ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകേണ്ടത്. ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അത് സംവാദങ്ങളാകും, വാഗ്വാദങ്ങളാകും, തർക്കങ്ങളാകും. അതുകൊണ്ട് അന്നത്തെ നിയമപണ്ഡിതന്മാർ വകുപ്പുണ്ടാക്കിയ കാര്യം നമ്മുടെ മുമ്പിൽ വ്യക്തമായ വകുപ്പായി കിടക്കുകയാണ്. പക്ഷേ അതിനെ ലംഘിച്ചുകൊണ്ട് ഒരു വിഭാഗത്തെ പ്രവോക്ക് ചെയ്ത് പ്രകോപിപ്പിച്ച് അതൊരു കമ്മ്യൂണൽ പോളറൈസേഷനെ കാരണമാക്കി ആ ഒരു പുക പടർത്തി, തീ പടർത്തി ആ പ്രക്ഷുബ്ധത വോട്ടാക്കി മാറ്റുവാനുള്ള ഒരു പ്രത്യേക താല്പര്യം ചില ആളുകൾ മുന്നോട്ട് വെക്കുന്നു. നമുക്കതറിയാം. പക്ഷേ നമ്മൾ ആ പ്രശ്നത്തിന്റെ വലയത്തിൽ മാത്രം തളം കെട്ടി കിടക്കുന്നില്ല. എന്തുകൊണ്ട്? ഒരു വിഭാഗം അതിനുവേണ്ടി ശ്രമം നടത്തുമ്പോ ഇന്ത്യയിലെ മഹത്തായ സുപ്രീം കോടതിയിൽ നീതിയുടെ വെള്ളക്കീറും വെളിച്ചവും അതേ കോടതിയിൽ നിന്ന് തന്നെയാണ് പുറത്തു വരുന്നത്. അത് ശരിയല്ല എന്ന് പറയുന്ന ആർഗ്യുമെന്റുകൾ ഇപ്പോഴും ഇവിടെയുണ്ട്, ഏറെയുണ്ട്. ധാരാളം നിയമ പണ്ഡിതന്മാരുണ്ട്. പാർലമെന്റിൽ പോയാൽ, ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോയാൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആളുകൾ ന്യൂനപക്ഷത്തെക്കാൾ കൂടുതൽ ഭൂരിപക്ഷമാണ്. യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഒരിക്കലും മറന്നുകൂടാ. രാഹുൽജിയും പ്രിയങ്കാജിയും ഉള്ളതുപോലെ നമുക്ക് മഹുവ മൈത്ര, തൃണമൂൽ കോൺഗ്രസിന്റെ മഹുവ മൈത്ര എത്ര ശക്തമായിട്ടാണ് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത്. ശശി തരൂർ ഒരു ഹൈന്ദവ സമൂഹത്തിന്റെ കൂടി മതപരമായിട്ടുള്ള പ്രതിനിധിയല്ലേ? മുസ്ലിങ്ങൾക്ക് വേണ്ടി, ന്യൂനപക്ഷത്തിന് വേണ്ടി. MP പ്രേമചന്ദ്രൻ ന്യൂനപക്ഷത്തിന് വേണ്ടി. രാജ്യസഭയിൽ തൊട്ട് മുമ്പ് സ്വരാജ് ന്യൂനപക്ഷത്തിന് വേണ്ടി. മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ, മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾ, മതേതരത്വത്തിന്റെ നിലനിൽപ്പ്, അതിനുവേണ്ടി സമരം ചെയ്യുന്ന, അതിനുവേണ്ടി ശബ്ദിക്കുന്ന, അധ്വാനിക്കുന്ന എല്ലാവരുടെയും സേവനങ്ങളെ മാനിക്കുകയാണ്. മുസ്ലിം സമൂഹത്തിന് വേണ്ടി മുസ്ലിം ലീഗിന്റെ MP-മാർ ശബ്ദിക്കുന്നത് പോലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, ദളിതർക്ക് വേണ്ടി മുസ്ലിം ന്യൂനപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ ശബ്ദിക്കുന്നത് പോലെ ഇന്ത്യൻ പാർലമെന്റിൽ ശബ്ദിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഭൂരിപക്ഷ സമൂഹത്തിന്റെ അംഗങ്ങളാണ്. മറക്കാൻ പാടില്ല. ഈ ചിത്രം ലോകത്തെ ഏതെങ്കിലും രാജ്യത്തുണ്ടോ? നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ പേര് വിളിച്ച്, ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയുടെ പേര് വിളിച്ച് നിങ്ങളുടെ നിലപാടുകളിൽ പ്രശ്നമുണ്ട്, ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് സമാധാനമില്ല എന്ന് പറഞ്ഞ് നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്നവരിൽ ഭൂരിഭാഗവും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ സമുദായത്തിന്റെ അംഗങ്ങളാണ്. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയുടെ സമുദായത്തിന്റെ പോലും അംഗങ്ങളാണ്. ഇതാണ് മനോഹരമായ ഇന്ത്യ. ഈ ഇന്ത്യ ഇവിടെ നിലനിൽക്കെ പിന്നെ എങ്ങനെയാണ് ഇന്ത്യ തകർന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വിലപിക്കുക? ഇന്ത്യ തകർന്നിട്ടില്ല, ഇന്ത്യ തകരുകയുമില്ല. ഭരണഘടന തകർന്നിട്ടില്ല, ഭരണഘടന തകരുകയുമില്ല. അതിനെല്ലാം അതിൻ്റെതായ വേരുകളുണ്ട്. ഒരു കാറ്റ് വരുമ്പോഴേക്ക്, കോള് വരുമ്പോഴേക്ക് മരം നിലമ്പത്തിയേക്കാം. പക്ഷേ ആ ഭൂമിയും ആ മന്ദറയും ആ മണ്ണും ആ വിത്തനെയും കിളിർക്കുവാൻ ആവശ്യമായിട്ടുള്ള കാലവും കാലാവസ്ഥയും അവിടെ ഇപ്പോഴും ബാക്കിയുണ്ട്. നോക്കൂ, ഇനിയും തെരഞ്ഞെടുപ്പുകൾ വരും, ഇനിയും സഖ്യങ്ങൾ വരും, രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറും. ഏത് പുതിയ പ്രഭാതവും, ഏത് ശുഭോദർക്കമായ പുലരിയും പറക്കുന്നത് കറുത്തിരുണ്ട പാതിരാവിന്റെ ഗർഭപാത്രത്തിൽ നിന്നാണ് എന്നതുപോലെ ശുഭോദർക്കമായ ഒരു ഇന്ത്യ വരാനുണ്ട്. പ്രഫുല്ലമായ ഒരു ഭാരതീയ പുലരി ഇവിടെ ഇനിയും വിടരാനുണ്ട്. ഇന്ത്യ അതിന്റെ മനോഹരമായ ഭൂതകാലത്തിലേക്ക് തിരിച്ചു പോകും. ഞാനിവിടെയുള്ള പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ ഈ മഹത്തായ പ്രസ്ഥാനം ചെറുതാക്കി കാണുകയല്ല. പക്ഷേ പ്രശ്നങ്ങളിലാണ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇരവാദത്തിന്റെ കൂടെ നമ്മളില്ല. അത് രണ്ടും രണ്ടാണ്. ജനായത്തപരമായിട്ട് നിയമപരമായ സ്ഥാപനങ്ങളിലൂടെ, വഴികളിലൂടെ ഇവിടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടൽ, അതൊന്ന് വേറെയും. പീഡിത ബോധവും ഇരബോധവും ഉണ്ടാക്കിക്കൊണ്ട് ഒരു സമൂഹത്തിൽ അരക്ഷിതത്വ ബോധം സൃഷ്ടിച്ചുകൊണ്ട് അവരെ നാഥനില്ല രാഷ്ട്രീയത്തിന്റെ കളരിയിലേക്ക് കൊണ്ടുപോയി ഒരു സമൂഹത്തെ, സമുദായത്തെ അനാഥമാക്കലും രണ്ടും രണ്ടാണ്. SKSF-ന് അവിടെ ഒരു വഴിയുണ്ട്. മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഒരു വഴിയുണ്ട്. ഇവിടെ മുത്തലാഖിന്റെ വിഷയം വന്നു, കോടതിയിൽ പോയില്ലേ? മുസ്ലിം കോർഡിനേഷൻ യോഗത്തിന്റെ ഭാഗമായും അല്ലാതെയും ഒറ്റക്കും കൂട്ടമായും സമസ്ത ആ വിഷയം നിയമപരമായി നേരിട്ടു. CA NRC വിഷയം വന്നു. ആ സമയത്ത് ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മുടെ നേതാക്കന്മാർ വിശ്വസിച്ചു, കോടതിയിൽ വിശ്വസിച്ചു. ഈ രാജ്യത്തെ സുപ്രീം കോടതിയിൽ വാദിക്കാൻ ഏറ്റവും വലിയ ഫെയർ വാങ്ങുന്ന, വലിയ തുക വാങ്ങുന്ന വലിയ വലിയ അഭിഭാഷകന്മാരെ ചുമതലപ്പെടുത്തി. സാമൂഹികമായ വിഷയം വരുമ്പോ എവിടെയാണ് നിയമപരമായ പോരാട്ടത്തിൽ നിന്ന് സമസ്ത, നമ്മുടെ മഹത്തായ പ്രസ്ഥാനം പിറകോട്ട് പോയത്? മദ്രസകൾക്കെതിരായിട്ടുള്ള ഒരു നീക്കമുണ്ടായി. വാസ്തവത്തിൽ ഇതുണ്ടായത് UP-യിലാണ്. പക്ഷേ UP-യിലെ അലയൊലി അധികം വിദൂരമല്ലാത്തൊരു ഭാവിയിൽ
ഒരുപക്ഷെ കേരളത്തിലേക്കും വന്നേക്കാം, അല്ലെങ്കിൽ വരാതിരിക്കാം. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ മദ്രസ എന്ന് പറയുന്ന ഒരു സിസ്റ്റം അത് ദുഷ്പേരിന് കാരണമാകുന്ന തരത്തിൽ ഒരു പൊളിറ്റിക്കൽ പ്രോപ്പഗണ്ടയിൽ വന്നപ്പോ അതിന്റെ നിജസ്ഥിതി നാട്ടിൽ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരെ ബോധ്യപ്പെടുത്താൻ ഇവിടെ മുൻപന്തിയിലുണ്ടായിരുന്നത് മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. കാരണം ഇത് ഉത്തരവാദിത്തമുള്ള പ്രസ്ഥാനമാണ്. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. 4 മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂടിയാൽ കൊല്ലാനും തല്ലാനും മാത്രമാണ്, അല്ലെങ്കിൽ വിധ്വംസക പ്രവർത്തനങ്ങൾ ഏർപ്പെടാനാണ് പ്രേരിപ്പിക്കുക എന്ന് തെറ്റിദ്ധരിച്ച ഏതെങ്കിലും സഹോദരനോ സഹോദരിയോ ഉണ്ടെങ്കിൽ ഇവിടെ 4 അല്ല 40,000 മുസ്ലിങ്ങളും 4 ലക്ഷം മുസ്ലിങ്ങളും ഒന്നിച്ചൊരുമിച്ച് കൂടിയാലും ഇവിടെ അന്യായമായി അനർഹമായി മറ്റൊരു സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെ ഒരു രോമത്തിന് തൊടാൻ പോലും ആ സമൂഹം ഒരിക്കലും ആഗ്രഹിക്കുകയില്ല എന്നുള്ളതാണ് ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത. തെറ്റിദ്ധാരണകൾ പലരും പ്രചരിപ്പിക്കും. മനുഷ്യ സ്നേഹമില്ലാത്തവരാണ്, പിടിച്ചു പറിക്കാരാണ്. പക്ഷേ പിടിച്ചു പറയും മനുഷ്യ സ്നേഹവും ഇല്ലാത്തവരാണെങ്കിൽ അങ്ങനെ ഒരു സമൂഹമാണ് ഈ സമൂഹമെങ്കിൽ ഇവിടെ അടിസ്ഥാനപരമായി ദേവർശോല അങ്ങാടിയിൽ ഈ കാണുന്ന നമ്മളൊന്നും ഈ തൊപ്പിയും ഈ തലപ്പാവും ഈ താടിയും വെച്ച്, അല്ലെങ്കിൽ ഈ മഹത്തായ വിശ്വാസത്തിന്റെ കീഴിൽ ഈ ഫ്രെയിമിൽ നിന്നുകൊണ്ട് ഇവിടെ സംഗമിക്കില്ലായിരുന്നു. ഇവിടെയുള്ള ദ്രവിഡിയന്മാർ, ഇവിടെയുള്ള ദളിതന്മാർ, ഇവിടെയുള്ള കീഴാളന്മാർ കുലംകുത്തി ഒഴുകിയതാണ് ഒരു കാലഘട്ടത്തിൽ ഈ മഹത്തായ മതത്തിലേക്ക്. നിർബന്ധിതമായ മതപരിവർത്തനമല്ല, അങ്ങനെയൊന്നുമല്ല ഉണ്ടായത്. എത്രയോ ദൂരത്ത് നിൽക്കേണ്ട രച്ചറുമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രമവനത്ത് ചാരത്തിരുന്നിടാം, ചുറ്റും പേടിക്കേണ്ട തമ്പുരാരെ എന്ന് അത് കുമാരനാശാൻ അദ്ദേഹത്തിന്റെ ദുരവസ്ഥയിൽ പറയുന്നുണ്ടല്ലോ. മാറ് മറക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു കാലം, മാറ് മറച്ചതിന് കപ്പം കൊടുക്കേണ്ടി വന്ന ഒരു കാലം, സവർണന്മാർക്ക് ദർശന സുഖം അവകാശപ്പെട്ടതായിരുന്നു. ദളിതരുടെ, കീഴാളരുടെ, അധസ്ഥിതരുടെ, അവർണരുടെ, സ്ത്രീകളുടെ ശരീരം എന്ന് പറയുന്ന ഒരു ദുഷിച്ച സാമൂഹിക രീതി ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് മാറ് തുറക്കാനുള്ള സമരത്തിന് വേണ്ടി ഇവിടെയുള്ള പുതിയ തലമുറ സമരം ചെയ്യുമ്പോൾ അറിയണം, നമ്മൾ ഒരു 10, 80, 90 കൊല്ലം മുമ്പ് കേരളത്തിലുണ്ടായ സമരം മാറ് തുറക്കുന്നതിന് വേണ്ടിയുള്ള സമരമല്ല, മാറ് മറക്കുന്നതിന്റെ പേരിലുള്ള സമരമായിരുന്നു ചാന്നാർ ലഹള. തെക്കൻ കേരളത്തിലുണ്ടായ വലിയൊരു കലാപമാണ് ചാന്നാർ ലഹള. ആരാ മാറ് മറക്കാൻ സ്വാതന്ത്ര്യം കൊടുത്തത്? ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താന്റെ പേര് കേൾക്കുമ്പോ കുറെ ആളുകൾക്ക് കുപ്രചരണങ്ങൾ നടത്തിയിട്ട് ഇസ്ലാമോഫോബിക്കിന്റെ സിംബലായി കൊണ്ടുവെക്കുകയാണ് ഷഹീദ് മില്ലത്ത് ടിപ്പു സുൽത്താൻ. അദ്ദേഹത്തിന്റെ 9 മന്ത്രിമാരിൽ 6 മന്ത്രിമാരും ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട മന്ത്രിമാരായിരുന്നു. നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി കൂടുതൽ ശബ്ദിക്കുന്നത് അമുസ്ലിങ്ങളായ പാർലമെന്റേറിയൻസ് ആണെന്ന് പറഞ്ഞതിന്റെ ചരിത്രപരമായ മറ്റൊരു വശമാണ്. മൈസൂർ സിംഹമായിരുന്ന ടിപ്പു സുൽത്താന്റെ കൊട്ടാരത്തിലെ മന്ത്രിമാരിൽ 9-ൽ 6 ഹൈന്ദവ സഹോദരങ്ങളായിരുന്നു. ആ ടിപ്പു സുൽത്താനാണ് കേരളത്തിന്റെ പല പ്രദേശങ്ങളിലും സഞ്ചരിച്ചുകൊണ്ട് ഹരിജന, കീഴാള, ദളിത്, ഹിന്ദു സ്ത്രീകൾക്ക് മാറ് മറക്കാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം, സാമൂഹിക സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത്. ചേർത്തലയിലെ കണ്ടപ്പന്റെ ഭാര്യ നങ്ങേലി, ആ സഹോദരിയുടെ പേര് അതായിരുന്നു. മാറ് മറച്ചതിന്റെ പേരിൽ കപ്പം വാങ്ങാൻ ചെന്നു ഈ നങ്ങേലിയുടെ കണ്ടപ്പന്റെ വീട്ടിൽ. എന്റെ മാറിന്റെ, എന്റെ മുലക്കണ്ണ് കണ്ടതല്ലേ പ്രശ്നം, അത് കാണാൻ പറ്റാതായതല്ലേ പ്രശ്നം, ഞാനത് മറച്ചതല്ലേ പ്രശ്നം. എന്നാൽ ഒരു കാര്യം ചെയ്യൂ, നിങ്ങളെ പറഞ്ഞു വിട്ടയാൾ ഇത് തിന്നോട്ടെ എന്ന് പറഞ്ഞ് 2 സ്തനവും അരിഞ്ഞിട്ട് പാളയിൽ കൊടുത്തു കണ്ടപ്പന്റെ ഭാര്യ നങ്ങേലി. നങ്ങേലി മാറിൽ നിന്നൊളിച്ച ചോര വാർന്നു മരിച്ചു. ഉണ്ടായ സംഭവമാണ് സ്വാതന്ത്ര്യ സമര കാലത്ത്. കണ്ടപ്പന്റെ ഭാര്യ നങ്ങേലി ചോര വാർന്നു മരിക്കാൻ കാരണം എന്ത്? മാറ് മറച്ചതിന്റെ പേരിലല്ല, മാറിന്റെ ഒരു ഭാഗം മറച്ചതിന്റെ പേരിൽ. ആ കാലം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. 100 കൊല്ലം മുമ്പല്ല, 90 കൊല്ലം മുമ്പ്, 80 കൊല്ലം മുമ്പ്. നങ്ങേലി മരണപ്പെട്ട് നങ്ങേലിയെ സംസ്കരിക്കുന്ന ചിതയിൽ എടുത്തു ചാടി കണ്ടപ്പൻ ആത്മഹത്യ ചെയ്തു. കണ്ടപ്പൻ ആത്മഹത്യ ചെയ്തപ്പോ ആ നാട്ടിൽ പ്രക്ഷോഭമുണ്ടായി, കലാപമുണ്ടായി. അതാണ് കേരളത്തിൽ അറിയപ്പെട്ട ചാന്നാർ ലഹള. എങ്ങനെ പിന്നെ അവസ്ഥ മാറിയത്? ആരാ മാറ്റിയത്? എപ്പോൾ മുതലാണ് മാറുമറക്കാൻ തുടങ്ങിയത്? എന്നേ സ്വാതന്ത്ര്യം ഉണ്ടായത്? നമ്മളെല്ലാവരും ബഹുമാനിക്കുന്നയാളാണ് മലയാളത്തിന്റെ മഹാനായ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനാണ് സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ വാസ്തവത്തിൽ ഒരു യുക്തിവാദിയാണ്. പക്ഷെ ഞാൻ എന്തേ ആ പേര് പറയാൻ കാരണം, സഹോദരൻ അയ്യപ്പന്റെ മകളുടെ പേര് ആയിഷ എന്നായിരുന്നു. ആലോചിക്കണം, ശ്രീനാരായണ ഗുരുവിന്റെ വലങ്കയ്യായിരുന്ന പിന്നീട് യുക്തിവാദിയായി മാറിയ സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ യുക്തിവാദി ആവാനും കാരണമുണ്ട്. ശ്രീനാരായണ ഗുരു മരണപ്പെടുന്ന സമയത്ത് വേദനിക്കുന്നത് കണ്ടപ്പോ സഹോദരൻ അയ്യപ്പൻ ദുആ ചെയ്താണ്, പ്രാർത്ഥിച്ചതാണ്, എന്റെ ഗുരുവിനെ വേദനിപ്പിക്കാതെ മരിപ്പിക്കണമേ എന്ന്. സഹോദരൻ അയ്യപ്പന്റെ കണ്ണിൽ ശ്രീനാരായണ ഗുരു വേദനിച്ചിട്ടാണ് മരിച്ചുപോയത്.
അത് കണ്ട് സങ്കടം സഹിക്കാതെ ദൈവത്തോട് പ്രതിഷേധിച്ച് നിരീശ്വരവാദിയായി മാറിയ സഹോദരൻ അയ്യപ്പൻ. പക്ഷെ ഒരു മകളുണ്ടായപ്പോ പേരിട്ടു ആയിഷ. കേരളത്തിന്റെ ജീവിക്കുന്ന ചരിത്രമാണ്. സഹോദരൻ അയ്യപ്പനോട് ചോദിച്ചു, നിങ്ങളെന്തേ നിരീശ്വരവാദിയായ നിങ്ങളെന്തേ മകൾക്ക് ആയിഷ എന്ന് പേരിട്ടു? എന്തേ നിങ്ങൾ ആ പേരിട്ടു? ഇതൊരു അസാധാരണമായ സംഭവമാണല്ലോ. ഹൈന്ദവ പശ്ചാത്തലമാണെന്നതിന് പുറമെ പിന്നീട് നിരീശ്വരവാദിയുമായി. പക്ഷേ മോൾക്ക് പേര് ആയിഷ. അതിന് സഹോദരൻ അയ്യപ്പൻ കൊടുത്ത മറുപടി എന്താണെന്ന് അറിയോ? ലോക ചരിത്രത്തിൽ കീഴാള ദളിത് അധസ്ഥിത അബല സ്ത്രീ സമൂഹത്തിന്റെ വിമോചന പ്രതീകമാണ് പ്രവാചകന്റെ പത്നിയായ ആയിഷ. ആ ആയിഷയുടെ പേരല്ലാതെ പിന്നെ ഞാൻ എന്റെ മകൾക്ക് വേറെ ഏത് പേരാണ് ഇടേണ്ടത് എന്ന് കേരളത്തോട് തിരിച്ചു ചോദിച്ച മനുഷ്യൻ നിരീശ്വരവാദിയായ സഹോദരൻ അയ്യപ്പനാണ്. അതാണ് കേരളത്തിന്റെ, അതാണ് ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ പാരമ്പര്യം. നമുക്കാരും ശത്രുക്കളല്ല, നമുക്കാരും എതിരാളികളല്ല, നമുക്ക് എല്ലാവരും സഹസംവാദകർ മാത്രമാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ശത്രുക്കളില്ല. ഇതാണ് സമസ്തയുടെ വിശ്വാസം. നമുക്ക് സഹസംവാദകരേ ഉള്ളൂ, നമുക്ക് പ്രതിപക്ഷമേ ഉള്ളൂ, സഹോദരങ്ങളേ ഉള്ളൂ. ഇവിടെ പക്ഷവും പ്രതിപക്ഷവുമേ ഉള്ളൂ. ഇവിടെ ശാസ്ത്രവങ്ങളില്ല, ഇവിടെ വൈരങ്ങളില്ല. ഇവിടെ നമ്മളെ ഉൾക്കൊള്ളുന്നവരും നമ്മളോട് വിയോജിക്കുന്നവരും മാത്രം. വാളെടുത്തുകൊണ്ട് തോക്കെടുത്തുകൊണ്ട് വിധ്വംസക പ്രവർത്തനം നടത്തി ആരെങ്കിലും ഇല്ലായ്മ ചെയ്യുവാൻ, ഏതെങ്കിലും ഒരു മനുഷ്യനെ, ഏതെങ്കിലും ഒരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്യുന്ന പ്രത്യേകം ഒരു ശാസ്ത്രബോധം ഒരിക്കലും ഒരു പ്രവാചകന്റെ അനുയായിക്ക് സാധിക്കുകയുമില്ല. ലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഉദിലു ഹുവ അഖറബു ലിത്തഖ്വ. ഏതെങ്കിലും ഒരു ജനതയോടുള്ള നിക്ഷിപ്ത താല്പര്യം മുഖേന, നേരത്തെ നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഏതെങ്കിലും നിക്ഷിപ്ത താല്പര്യം മുഖേന അവരോട് അനീതി ചെയ്യാൻ നിങ്ങളെ അവരോടുള്ള ആ വെറുപ്പ് കാരണമായി വർത്തിക്കാൻ പാടില്ല. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നീതി പാലിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ ലോകരോട് ആഹ്വാനം ചെയ്യുകയാണ്, നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. ആ ആഹ്വാനം ശിരസാ വഹിക്കുന്ന ഇവിടെയുള്ള മുസ്ലിം സഹോദരങ്ങൾ, സൂഫികളുടെ അനുയായികളായ SKSF-ന്റെ സമസ്തയുടെ മക്കൾ, ഈ ആദർശത്തിന്റെ വിശ്വാസികളായ ആളുകൾ, അവർക്കൊരിക്കലും വൈരം പ്രചരിപ്പിക്കാനും കഴിയില്ല, സ്നേഹം പ്രചരിപ്പിക്കാനേ കഴിയുകയുള്ളൂ, നിരാശ പങ്കുവെക്കാനും കഴിയില്ല. ഏത് സാഹചര്യവും മാറ്റിമറിക്കാൻ പ്രാപ്തിയുള്ള പടച്ച തമ്പുരാനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത് സംസാരിക്കുന്നത്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ. ഇതല്ലേ പരിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസം. നിന്റെ കയ്യിലാണ് റബ്ബേ രാജാധികാരമുള്ളത്. നീ ഇഷ്ടപ്പെടുന്നവരെ നീ രാജാവാക്കുന്നു, നീ ഇഷ്ടപ്പെടുന്നവരെ നീ നേതാക്കളാക്കുന്നു, നീ കരുതുന്നവരിൽ നിന്ന് നീ രാജാധിപത്യം ഭരിച്ചുവരികയും ചെയ്യുന്നു. നീയാണ് ആധിപത്യം കൊടുക്കുന്നവൻ, നീയാണ് നിന്ദ്യത കൊടുക്കുന്നവൻ, നിന്റെ കയ്യിലാണ് നന്മയുടെ ഖജാന എന്ന് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനാണ് നമ്മുടെ മോട്ടോ. ഇവിടെ ആര് ഭരിക്കണമെന്ന്, ആര് നേതാക്കന്മാരാകണമെന്ന് ആത്യന്തികമായി തീരുമാനിക്കുന്നത് പടച്ച റബ്ബാണ്. അനീതി ഉണ്ടാകുമ്പോ, അക്രമമുണ്ടാകുമ്പോ, നിരാശയുണ്ടാകുമ്പോ കേവലം നിരത്തിലെ സമരം മാത്രമല്ല പരിഹാരം, പ്രതിഷേധങ്ങൾ മാത്രമല്ല പരിഹാരം, സോഷ്യൽ മീഡിയയിലെ ഈ പറയുന്ന തെറിപ്പങ്കാലകൾ മാത്രമല്ല പരിഹാരം, അതൊന്നുമല്ല പരിഹാരം. നീതിയുക്തമായ സാമൂഹിക പ്രവർത്തനം, അതാണ് അഹ്ലുസുന്ന മുന്നോട്ട് വെക്കുന്ന പരിഹാരം. രണ്ടാമത്തേതോ പാതിരാവിന്റെ ഏറ്റവും മുഗ്ധമായ മുഹൂർത്തത്തിൽ പടച്ചറബിനോടുള്ള പ്രാർത്ഥന. ഇതാണ് മനുഷ്യജാലികളുടെ സന്ദേശം. സമൂഹത്തിന് നമ്മളെ കുറിച്ച് മതിപ്പുണ്ടാകണം, സാമൂഹിക സേവനം ചെയ്യണം, ആളുകൾക്ക് ഉപകാരമുണ്ടാകണം. ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തകനായിരുന്നു മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ജീവകാരുണ്യ പ്രവർത്തകന്മാരായിരുന്നു ഈ നാട്ടിലേക്ക് വന്ന സൂഫിയാക്കന്മാർ. തനിക്ക് വേണ്ടി റൊട്ടി കഷ്ണം സമ്മാനം കിട്ടുമ്പോ നിസാമുദ്ദീൻ ഔലിയ തന്റെ ഖാദിമിങ്ങളോട് ചോദിക്കുന്ന ചോദ്യമുണ്ടായിരുന്നു. ഡൽഹിയിലെ തെരുവിൽ, ഏതെങ്കിലും അറിയപ്പെടാത്ത തെരുവിൽ, കാണാമറയത്ത് റോഡ് വഴിയിൽ ഏതെങ്കിലും ഒരു പട്ടിണി പാവം വിശന്നിട്ട് ദാഹിച്ചിട്ട് പൈദാഹിച്ചിട്ട് അണ്ണാക്കി വറ്റി വരളുമ്പോ ഈ നിസാമുദ്ദീൻ റൊട്ടി കഴിക്കുന്നത് ഇഷ്ടമാക്കുന്നില്ല, എനിക്കത് ഇഷ്ടമല്ല, അതുകൊണ്ട് രണ്ടാമത് കൂടി പോയി നോക്കി ഉറപ്പ് വരുത്തൂ, ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ ഈ ഡൽഹിയിൽ എവിടെയെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടോ. അത് കേവലം ഒരു ഭംഗി വാക്കായിരുന്നില്ല. കാരണം ആ നിസാമുദ്ദീൻ വലിയുടെ നേതാവിന്റെ പാരമ്പര്യം അതാണ്. അങ്ങനെയുള്ള പാരമ്പര്യമുള്ളത് കൊണ്ടാണ് ഇവിടെ ഇന്തോനേഷ്യയിലുള്ളത് കഴിഞ്ഞാൽ മറ്റേത് ലോകരാജ്യങ്ങളെക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ടായത്. ദളിതന്മാരായതാണ്. നമ്മുടെ മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ ബാപ്പയുടെ പേര് എന്നൊക്കെയല്ലേ ഉമർഖാലി പറഞ്ഞത്. ഈ വിഭാഗങ്ങളൊക്കെയാണ് ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളത്. എന്തുകൊണ്ട്? ആലോചിക്കണം. ഇതിവിടെ ആലോചിക്കേണ്ടത് മുസ്ലിങ്ങളെ ആട്ടിപ്പുറത്താക്കാൻ മെനക്കെടുന്ന ആളുകളാണ്. ചരിത്രത്തിൽ എന്തൊക്കെ പറയുന്നു? തരിശാപ്പള്ളി ശാസന, ഇബ്നു റുഷ്ദിന്റെ, മസ്ഊദിയുടെ, ഇബ്നു ബത്തൂത്തയുടെ, ജീവിച്ചിരിക്കുന്ന ചരിത്രകാരന്മാരുടെ
ഉദ്ധരണികൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. 7-ാം നൂറ്റാണ്ട് മുതൽ നാം ജീവിക്കുന്ന കാലഘട്ടം വരെ കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും സൂഫികൾ മുസ്ലിം സമൂഹത്തിന് നേതൃത്വം കൊടുത്തതുകൊണ്ട് ആ മുസ്ലിം സമൂഹത്തിന്റെ സംസ്കാരം കണ്ടുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് ആളുകൾ വന്നത് എന്ന് ആ പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്ന ആ പാരമ്പര്യത്തിന്റെ കൈതുടർച്ചക്കാരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അതിന്റെ പ്രവർത്തകന്മാർ, അതിന്റെ അനുഭാവികൾ, അതിന്റെ ആജ്ഞാനുവർത്തികളായ അതിന്റെ പ്രവർത്തകന്മാർ, അവർക്കൊരു ദിശയുണ്ട്, അവർക്കൊരു ദർശനമുണ്ട്, അവർക്കൊരു നേതൃത്വമുണ്ട്, അവർക്കൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് കേവലം ഒച്ചപ്പാടിന്റെ ബഹളപ്പാടിന്റെ കാഴ്ചപ്പാടല്ല. ആ കാഴ്ചപ്പാട് 1400 കൊല്ലം പിറകിലേക്ക് മടങ്ങുന്ന ബലമുള്ള വേരുകളുടെ കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാട് ആകാശത്തോളം പടരുന്ന മഹാനന്മയുടെ മഹാവൃക്ഷത്തിന്റെ വേരുകളോളം ഉറപ്പുള്ള കാഴ്ചപ്പാടാണ്. അതുകൊണ്ടൊരു കാറ്റത്താടിപ്പോകുന്ന സിദ്ധാന്തമല്ല നാം മുന്നോട്ട് വെക്കുന്ന സാമൂഹിക സിദ്ധാന്തം. തുമ്മിയാൽ തെറിക്കുന്ന മൂക്ക് പോലെ ദുർബലമായ വാദഗതികളല്ല നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. താൽക്കാലികമായ കുളക്കങ്ങൾ എന്തൊക്കെയുണ്ടായാലും ഇതിനൊക്കെ ശേഷം ഈ നാട്ടിൽ സ്വാസ്ഥ്യമുണ്ടാകുമെന്ന് പറയുന്ന പ്രാർത്ഥനാപൂർവമായ പ്രത്യാശ, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാൽ നാം കെട്ടിപ്പൊക്കിയ പ്രത്യാശ. അതുകൊണ്ടാണ് ഇവിടെ സ്വാമി വരുന്നത്, അതുകൊണ്ടാണ് കൂടെ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ വരുന്നത്, അതുകൊണ്ടാണ് ആളുകൾ നമ്മളെ സ്വീകരിക്കുന്നത്. തലയെക്കെട്ട് കെട്ടിയ തൊപ്പി വെച്ച ഒരാളെ കുറിച്ചും കേരളത്തിലെ ഒരു സൂഫിയെ കുറിച്ചും തങ്ങളെ കുറിച്ചും മുസ്ലിയാരെ കുറിച്ചും ഉസ്താദിനെ കുറിച്ചും ഇന്നേ വരെ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ സമയം വരെ ഒരു തീവ്രവാദ ആരോപണം വരാത്തത് നമ്മളെ വിശ്വാസമുള്ളത് കൊണ്ടാണ്. ഈ വിശ്വാസ്യത ഇവിടെ ഇനിയും ബാക്കിയുണ്ടാവണം. തെറ്റിദ്ധാരണകളുടെ പുകമറകൾ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, കരുതലിന്റെ കൈകോർക്കലിന് വേണ്ടി. അതാണ് മനുഷ്യചാരിക, കരുതലിന്റെ കൈകോർക്കൽ എന്ന് പറഞ്ഞാൽ തന്നെ, മുസാഫഹ എന്ന് പറഞ്ഞാൽ തന്നെ കയ്യും ചേർത്ത് വെച്ചാൽ ഏറ്റവും കൂടുതൽ തലച്ചോറിലേക്ക് രക്തം പമ്പ് ചെയ്യുന്ന സെൻസിറ്റീവായ ഞരമ്പുകളുള്ള കേന്ദ്രമാണ് മനുഷ്യന്റെ കൈപ്രതലം എന്നുള്ളതാണ്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കണ്ടതും കാണാത്തതുമായ രക്തധമനികളിലൂടെ തലച്ചോറിലേക്ക് പ്രവഹിക്കുകയാണ് മൈത്രിയുടെ, ഒരുമയുടെ, ഏകതയുടെ, രഞ്ജിപ്പിന്റെ മഹത്തായ സന്ദേശങ്ങൾ. ആ സന്ദേശം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇവിടെ ബാങ്കുലി മുഴങ്ങുക, അപ്പോൾ മാത്രമാണ് ഇവിടെ പ്രബോധനം നടക്കുക, അപ്പോൾ മാത്രമാണ് ഇവിടെ പട്ടിണിയില്ലാത്ത സുഭിക്ഷത വരിക. 2 കാര്യം പരമപ്രധാനപ്പെട്ടതാണ്. നിർഭയത്വം ഉണ്ടാകണം, സുഭിക്ഷതയുണ്ടാവണം. ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്തില്ലദീ അത്അമഹും മിൻ ജൂഉ വആമനഹും മിൻ ഖൗഫ്. സുഭിക്ഷതയുണ്ടാകണം, നിർഭയത്വം ഉണ്ടാകണം. നമ്മുടെ നിർഭയത്വം എന്ന് പറഞ്ഞാൽ അത് എല്ലാ സമൂഹവും ഒരുമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരുമയുടെ നിർഭയത്വമാണ്. കൊണ്ടും കൊടുത്തും കച്ചവടക്കാരും കൃഷിക്കാരും യാത്രക്കാരും ഓട്ടോറിക്ഷക്കാരും ടാക്സിക്കാരും വണ്ടിക്കാരും മതം നോക്കാതെ ജാതി നോക്കാതെ എല്ലാവരും ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സുഭിക്ഷതയാണ്. അത് ഹിന്ദുവിന്റെ വണ്ടിയാണ് കയറണ്ട, ഇത് മുസൽമാന്റെ ഹോട്ടലാണ് കയറണ്ട, അങ്ങനെ ഒരു ചിത്രം തമിഴ്നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല, ദേവർശോലയിൽ ഉണ്ടാകാൻ പാടില്ല, കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല, ഇന്ത്യയിൽ ഉണ്ടാകാൻ പാടില്ല. ഓട്ടോറിക്ഷയിൽ കയറണം, ഹോട്ടലിൽ കയറണം, കാര്യങ്ങൾ ചെയ്യണം, സഹവർത്തിത്വം വേണം, മതം മാനദണ്ഡമാവരുത് എന്ന് സുതാര്യമായി വളച്ചുകെട്ടില്ലാതെ വ്യക്തമായി ശക്തമായി പറയാൻ, മുഖമുടിയില്ലാതെ പറയാൻ ഇന്നിന്ത്യയിൽ പ്രത്യയശാസ്ത്രത്തിന് അധികാരപൂർവ്വം സാധിക്കുമെങ്കിൽ ആ പ്രത്യയശാസ്ത്രത്തിന്റെ പേരാണ്, വിദ്യാർത്ഥി പടയണിയുടെ പേരാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ആ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് മനുഷ്യരുടെ കൂട്ടായ്മ എന്ന ഈ മനുഷ്യജാലികൾ തുടരട്ടെ. ഇനിയും ഈ ഐക്യങ്ങളും സൗഹൃദങ്ങളും ഇവിടെ ബാക്കിയാകട്ടെ. അല്ലാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.